അപ്പം നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ്നെസ് മാത്രമേ കാണിക്കുള്ളൂ. നമ്മളൊന്ന് ലാൻഡ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ തനി സ്വരൂപങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വേണ്ട. നമുക്ക് കുറച്ച് നാൾ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇതാണ് റൈറ്റ് പേഴ്സൺ എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പ്രേമം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം. അല്ലാതെ നമുക്ക് വെറുതെ ഇപ്പോഴേ പ്രേമിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയും ഈ അട്രാക്ഷൻ്റെ ഒക്കെ പുറത്ത് അങ്ങോട്ട് അല്ല ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഇപ്പൊ എനിക്ക് 35 ആയി. ഞങ്ങളൊരു 32-ാം വയസ്സിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് നോക്കുക. അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി ഒക്കെ ഉണ്ട്. എല്ലാ പ്രണയങ്ങളും അല്ല അങ്ങനെ പ്രണയൊന്നും ഭയങ്കരല്ലോ, അത് പ്രണയിച്ച് തുടങ്ങുമ്പോഴാണല്ലോ. അപ്പൊ അതിന് മുമ്പ് പക്ഷെ എനിക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രണയങ്ങളോ 20s-ലുണ്ടായ പ്രണയമൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് 32 വയസ്സ് വരെയും ഞങ്ങൾ ഇതിനു മുമ്പ് പ്രണയിച്ചിട്ടുള്ളത് കൊണ്ടും ഒക്കെ അതിന്റെയൊക്കെ പോസിറ്റീവ്നെസ്സും എങ്ങനെ ഒരു പാർട്ണർ ആവണം, അങ്ങനെ എന്ത് ക്വാളിറ്റി വേണം, അയാൾ എന്ത് കണ്ടെത്തണം എന്നൊക്കെ ഉള്ളത് വ്യക്തമായ ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം നമ്മൾ ആദ്യം എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണല്ലോ ഒറ്റയ്ക്കാണല്ലോ നമുക്ക് കുറേ യാത്ര ചെയ്യണം. കാരണം ഞങ്ങൾ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ്ലി യാത്ര ചെയ്യുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വേറൊരു സ്പേസിലൊക്കെ പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓൺ സാധനം. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടാലേ നമ്മുടെ തനിസ്വരൂപം അതെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കംഫർട്ട് സോണാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതല്ലാതെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ യഥാർത്ഥ സാധനം